ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 20-ാമത്തെ ശ്ലോകം. പ്രകൃതിം പുരുഷം ചൈവ വിദ്ധ്യരാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിം പുരുഷം ച, പ്രകൃതിയെയും പുരുഷനെയും, ഉഭൗ അഭി ഏവ, രണ്ടിനെയും തന്നെ, അനാദി വിദ്ധി, അനാദികളെന്ന് അറിഞ്ഞാലും, വികാരാഞ്ച ഗുണാഞ്ച ഏവ, വികാരങ്ങളും ഗുണങ്ങളുമൊക്കെ, പ്രകൃതി സംഭവാൻ വിദ്ധി, പ്രകൃതിയിൽ നിന്നും ഉണ്ടായവയാണെന്നും അറിയുക. വസ്തുശക്തിയായ പ്രകൃതിയെയും വസ്തുവായ പുരുഷനെയും രണ്ടിനെയും ആദിയില്ലാത്തതാണെന്ന് അറിഞ്ഞാലും, ക്ഷേത്രമെന്നറിയപ്പെടുന്ന ജഡവികാരങ്ങളെയും അവയിൽ അന്തർഭവിക്കുന്ന സത്വം, രജസ്, തമസ് എന്ന ത്രിഗുണങ്ങളെയും പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്നവയാണെന്ന് അറിഞ്ഞാലും. 8-ാം അധ്യായത്തിൽ ഭഗവത് വിഭൂതികളെ അപരാപ്രകൃതിയെന്നും പരാപ്രകൃതിയെന്നും വിശേഷിപ്പിക്കുകയും അവയുടെ സംയോഗത്തിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടാവുന്നതെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അപരാപ്രകൃതിയെ ക്ഷേത്രം അഥവാ പ്രകൃതിയെന്നും പരാപ്രകൃതിയെ ക്ഷേത്രജ്ഞൻ അഥവാ പുരുഷനെന്നും ഈ അധ്യായത്തിൽ പേര് മാറ്റി വിളിക്കുന്നു എന്ന് മാത്രം. പരമാത്മാവിൻ്റെ 2 ഭാവങ്ങളായ പ്രകൃതിയും പുരുഷനും പരമാത്മാവിനെ പോലെ തന്നെ അനാദിയാണ്. പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് സംസാരത്തിൻ്റെ ഉൽപ്പത്തി. അതിനെ നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും പ്രകൃതി പുരുഷന്മാർ തന്നെയാണ്. പ്രകൃതി പുരുഷന്മാരുടെ സംസാര ലീല നടക്കുന്നത് ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാണ്. സമഷ്ടിയിലെ ഈ പ്രതിഭാസം തന്നെ വൃഷ്ടിയിലും നടക്കുന്നു. എൻ്റെ വാസനയാൽ പ്രേരിതനായ ഞാൻ എനിക്ക് വേണ്ട അനുഭവ മണ്ഡലം സൃഷ്ടിക്കുന്നു. വേണമെന്ന് തോന്നുന്നിടത്തോളം കാലം നിലനിർത്തുകയും ചെയ്യുന്നു. വേണ്ടെന്ന് തോന്നുമ്പോൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്നിലെ വാസന പ്രകൃതിയാണ്. എന്നിലെ വാസന എന്ന് പറയുന്നത് പ്രകൃതിയും ഞാൻ എന്ന് പറയുന്നത് പുരുഷനുമാണ്. ഞാനും എൻ്റെ വാസനയുമാണ് എൻ്റെ സംസാരത്തിന് കാരണമായിരിക്കുന്നത്. പ്രകൃതി, മായ എന്നൊക്കെ പറയുന്നത് വസ്തുശക്തിയെയാണ്. പരമകാരണമായ വസ്തു അനാദിയാണ്. ആ കാരണവസ്തു തന്നെയാണ് പുരുഷൻ. പുരുഷൻ അനാദിയാണെങ്കിൽ പുരുഷശക്തിയായ പ്രകൃതിയും അനാദിയാണെന്ന് സമ്മതിക്കേണ്ടതായി വരും. പുരുഷനിൽ പ്രപഞ്ചകാര്യരൂപങ്ങളുടെ തോന്നലുളവാക്കുന്ന ശക്തിയാണ് പ്രകൃതി. ശക്തിയെ ഒരിക്കലും ശുദ്ധരൂപത്തിൽ ആർക്കും നേരിട്ട് കാണാൻ കഴിയുകയില്ല. കാര്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് ശക്തിയുണ്ടെന്നറിയാൻ സാധിക്കൂ. പ്രപഞ്ചകാര്യരൂപങ്ങൾ പുരുഷനിൽ ഉണ്ടായി മറയുന്നത് കാണുമ്പോൾ അവയെ ഉണ്ടാക്കി മറയ്ക്കാൻ കഴിയുന്ന ശക്തി പുരുഷന് ഉണ്ടെന്ന് ഊഹിക്കാം. ചിലപ്പോൾ ആ ശക്തി കാര്യരൂപങ്ങളെ പിൻവലിച്ച് പുരുഷനിൽ ഒളിഞ്ഞിരിക്കും. അതാണ് പ്രളയം. അതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. മറ്റു ചിലപ്പോൾ കാര്യരൂപങ്ങളെ പ്രകടമാക്കിക്കൊണ്ട് തെളിയും. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പ്രളയത്തിലായാലും സൃഷ്ടിയിലായാലും ശക്തിക്ക് പുരുഷനിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് പുരുഷനെ പോലെ തന്നെ പ്രകൃതിയും അനാദിയാണ്. ചില സാഖ്യന്മാർ പ്രകൃതിയെ പുരുഷനിൽ നിന്ന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പായി കരുതുന്നു. അതൊരിക്കലും യുക്തിക്ക് ചേരുന്നതല്ല. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഒരിക്കലും 2 ഉണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. 2 അംഗീകരിച്ചു പോയാൽ അവയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാൻ ഇടമരുളുന്ന 3-ാമതൊന്നിനെ അംഗീകരിക്കേണ്ടതായി വരും. അതോടെ പരമകാരണത്വം നഷ്ടപ്പെടുകയും ചെയ്യും. അനുഭവത്തിലും പുരുഷന്റെ പൂർണ്ണാനുഭവത്തിൽ പ്രകൃതി വിട്ടുപോകുമെന്ന് സാഖ്യന്മാരും സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രകൃതിക്ക് സ്വതന്ത്രമായ നിലനിൽപ്പ് എവിടെയാണ്? എന്തായാലും ഗീതയിലെ പുരുഷൻ പ്രപഞ്ചത്തെ അകവും പുറവും മൂടി സർവവ്യാപിയായി നിൽക്കുന്ന പരമാത്മാവാണ്. ഈ അധ്യായത്തിൽ തന്നെ ഇനി വരുന്ന പല ശ്ലോകങ്ങളിലും ഭഗവാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സർവവ്യാപിയായ ഒരു വസ്തുവിനെ അംഗീകരിക്കുകയും
അതിൽ സ്വതന്ത്രമായി മറ്റൊരു വസ്തു ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇവിടെ പ്രകൃതി ഒരിക്കലും സാഖ്യന്മാരുടെ പ്രകൃതിയല്ല എന്നറിയേണ്ടതാണ്. പരമാത്മ ശക്തി എന്ന് വേദാന്ത പ്രസിദ്ധമായ മായയാണ് ഇവിടത്തെ പ്രകൃതി, ഗീതയിൽ പറയുന്ന പ്രകൃതി. 7-ാം അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ എൻ്റെ പ്രകൃതി എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ 14-ാമത്തെ ശ്ലോകത്തിൽ മമ മായ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകൃതി ത്രിഗുണാത്മികയാണ്, ജഡരൂപിണിയാണ്. പുരുഷനിൽ പ്രകൃതി സ്പന്ദിക്കുന്നതോടെ ത്രിഗുണങ്ങൾ വേർതിരിയുന്നു. ത്രിഗുണങ്ങളുടെ വിശദമായ ഒരു വിവരണം അടുത്ത അധ്യായത്തിലുണ്ട്. തുടർന്ന് ത്രിഗുണങ്ങൾ പല അളവിലും കൂടിച്ചേർന്ന് ജഡവികാരങ്ങൾക്ക് രൂപം നൽകുന്നു. അവ്യക്തം മുതൽ ധൃതി വരെയുള്ള ജഡവികാരങ്ങൾ ഏത് ക്രമത്തിൽ രൂപപ്പെടുന്നു എന്ന് നാം 5ഉം 6ഉം ശ്ലോകങ്ങളിലായി വിശദമായി ചർച്ച ചെയ്തതാണ്. ഇക്കാരണത്താലാണ് സാധാരണക്കാർക്ക് ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നുമുള്ള വേർതിരിവിന് ഇടയായത്. ഈ വേർതിരിവ് തൽക്കാലത്തേക്ക് വസ്തുശക്തി ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഭ്രമമാണെന്നർത്ഥം. ഇക്കാര്യമാണ് വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതി സംഭവങ്ങളാണ് എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായ വസ്തുബോധത്തിൽ പുരുഷനിൽ നിന്ന് പ്രകൃതിയോ പ്രകൃതി വികാരങ്ങളോ ഭിന്നമല്ല എന്ന് തെളിയുമെന്ന് ചുരുക്കം. കാര്യം ഇങ്ങനെയാണെങ്കിലും പ്രപഞ്ചാനുഭവം ശബ്ദാദി വിഷയങ്ങളും ഇന്ദ്രിയാദി ഉപകരണങ്ങളും സുഖദുഃഖാനുഭവങ്ങളും ഉൾപ്പെട്ടതാണല്ലോ. ഈ പ്രപഞ്ചാനുഭവത്തിൽ പുരുഷന്റെയും പ്രകൃതിയുടെയും പങ്കെന്താണ്? ഈ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകം. 21-ാമത്തെ ശ്ലോകം. കാര്യകാരണകർത്തൃത്വേ ഹേതുഃ പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യകാരണകർത്തൃത്വേ, കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രകൃതി ഹേതുഃ ഉച്യതേ, പ്രകൃതി കാരണമെന്ന് പറയപ്പെടുന്നു. സുഖദുഃഖാനാം ഭോക്തൃത്വേ, സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ പുരുഷഃ ഹേതുഃ ഉച്യതേ, പുരുഷൻ കാരണമെന്ന് പറയപ്പെടുന്നു. അതായത് കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രകൃതിയെ കാരണമെന്ന് പറയുന്നു. സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ പുരുഷനെയാണ് കാരണമെന്ന് പറയുന്നത്. കാര്യങ്ങളായ ജഡവിഷയങ്ങളെയും അവയെ അനുഭവിക്കാനുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ ഉപകരണങ്ങളെയും രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ വസ്തുശക്തിയായ പ്രകൃതിയാണ് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയപ്പെടുന്നു. സുഖവും ദുഃഖവും അനുഭവിക്കുന്ന കാര്യത്തിൽ പുരുഷനാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു. പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയാണല്ലോ കാര്യങ്ങൾ. സമഷ്ടിയിലെ പഞ്ചമഹാഭൂതങ്ങളെ വൃഷ്ടിയിലെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ കൂട്ടിഘടിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളെ കൂട്ടിഘടിപ്പിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ വഴി ഉള്ളിലെത്തിക്കുന്ന വിഷയങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിശ്ചയിക്കുകയും അതനുസരിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി. ഇന്ദ്രിയ മനോബുദ്ധികളുടെ വ്യാപാരങ്ങളിൽ വ്യക്തിക്കുള്ള അഭിമാനമാണ് അഹങ്കാരം. അതായത് കരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന തോന്നൽ, അതാണ് അഹങ്കാരം. ഈ 13 ഘടകങ്ങൾ അടങ്ങിയ കാര്യം, ഈ ഘടകങ്ങൾ അടങ്ങിയതിനെയാണ് കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം പ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ്. ഈ പറയപ്പെട്ട ദൃശ്യപ്രപഞ്ചത്തെയും അതുമായി വ്യക്തിക്കുള്ള പ്രതികരണത്തെയും തജ്ജന്യമായ സുഖദുഃഖാദി അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് പുരുഷൻ. ഇഷ്ടപ്രാപ്തിയിൽ സുഖവും അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖവും അനുഭവപ്പെടുന്നു. ഏതൊരു അനുഭവത്തെയും സുഖമെന്നോ ദുഃഖമെന്നോ നാം എല്ലാ അനുഭവത്തെയും നമ്മൾ സുഖം ദുഃഖം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ മനകൽപ്പനകളെ പ്രകാശിപ്പിക്കുന്നത് ആത്മചൈതന്യമാണ്. ചൈതന്യത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് ഒരനുഭവവും അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സുഖ ദുഃഖങ്ങൾക്ക്, ജീവിതാനുഭവങ്ങൾക്ക് ഹേതു പുരുഷനാണെന്ന് പറയുന്നത്. ജീവിതാനുഭവങ്ങളാണല്ലോ സുഖദുഃഖങ്ങൾ. അപ്പോൾ ആ സുഖദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾക്ക് ഹേതു എന്ന് പറയുന്നത് പുരുഷനാണെന്ന് പറയുന്നു. ക്ഷേത്രത്തിൽ
ക്ഷേത്രജ്ഞനായി വർത്തിക്കുന്ന പരമാത്മാവ് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം നിമിത്തം സംസാരിയായി തീരുന്നു. വെയിലത്ത് നിൽക്കുന്നവനെ ചൂടനുഭവപ്പെടുന്നു. അവിടെ നിന്ന് തണലിലേക്ക് മാറിയാൽ ആ വിഷമം ഒഴിവാക്കാം. അതായത് വസ്തുവായ പുരുഷന്റെ ശക്തിയാണ് പ്രകൃതി. വസ്തുവും ശക്തിയും യോജിക്കാതെ യാതൊരു പ്രപഞ്ചകാര്യവും സംഭവിക്കുന്നതല്ല. ഭഗവാൻ തന്നെ 26-ാമത്തെ ശ്ലോകത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രകൃതിയുടെയും പുരുഷന്റെയും പ്രവർത്തനങ്ങൾ വേർതിരിച്ച് കാണിക്കുന്നത് കേവലം പ്രാധാന്യത്തെ ആസ്പദമാക്കി മാത്രമാണ് എന്നറിയേണ്ടതാണ്. ജഡരൂപിണിയാണ് പ്രകൃതി. വസ്തുവിൽ നിന്ന് പ്രകൃതി സ്പന്ദിച്ചുയർന്നാൽ സ്വാഭാവികമായും അത് ക്രമമനുസരിച്ച് പ്രപഞ്ചാനുഭവത്തിലെ ജഡവികാരങ്ങൾക്ക് രൂപം നൽകുന്നു. ഈ ജഡവികാരങ്ങളെ നമുക്ക് കാര്യമെന്നും കാരണമെന്നും രണ്ടായി തിരിക്കാം. പുരുഷന്റെ അനുഭവത്തിന് വിഷയങ്ങളായിത്തീരുന്ന ജഡവികാരങ്ങളാണ് കാര്യങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന തന്മാത്രകളും അവയുടെ സ്ഥൂലരൂപങ്ങളായ ആകാശാദി പഞ്ചഭൂതങ്ങളും ഇവ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള വ്യക്തി ശരീരങ്ങളുമാണ് കാര്യങ്ങൾ. ഇവയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെ പുരുഷനെ അനുഭവിക്കാനുള്ള ഉപകരണങ്ങളാണ് കാരണങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളെ പുരുഷനെ അനുഭവിക്കാനുള്ള ഉപകരണങ്ങളാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കാരണങ്ങളും പഞ്ചഭൂത കാര്യങ്ങൾ തന്നെയാണ്. അനുഭവ മണ്ഡലത്തിലെ പ്രവർത്തന ഭേദമനുസരിച്ച് അവയെ കാരണങ്ങളായി വേർതിരിച്ചു എന്നേയുള്ളൂ. ജ്ഞാനേന്ദ്രിയങ്ങൾ കാര്യങ്ങളായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. മനസ്സ് അവയുടെ വിവിധ സ്വഭാവങ്ങൾ സങ്കല്പിച്ചു കാണുന്നു. ബുദ്ധി നിശ്ചയിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അഹങ്കാര രൂപത്തിൽ പ്രതിഫലിച്ച് നിന്നുകൊണ്ട് പുരുഷൻ അവയെ അനുഭവിക്കുന്നു. പുരുഷനെ വിഷയങ്ങളെ ഗ്രഹിക്കാനും സങ്കല്പിക്കാനും നിശ്ചയിക്കാനും കർമ്മം ചെയ്യാനും പ്രതിഫലിക്കാനുമുള്ള ഉപകരണങ്ങളാണ് ജ്ഞാനേന്ദ്രിയാദി 13 എണ്ണവും. അതുകൊണ്ടാണ് അവയെ കാരണങ്ങളായി ഗണിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളും കാരണങ്ങളും പുരുഷനെ ആശ്രയിച്ചുകൊണ്ട് പ്രകൃതിയുടെ നേരിട്ടുള്ള പരിണാമങ്ങളായതുകൊണ്ടാണ് ഇവയെ രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതിക്കാണ് പ്രാധാന്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി ജഡരൂപിണിയായതുകൊണ്ട് പ്രകൃതിക്കോ അതിൻ്റെ കാര്യങ്ങൾക്കോ നേരിട്ട് അനുഭവം ഒന്നും തന്നെ സാധ്യമല്ല. സുഖദുഃഖങ്ങൾ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾക്ക് സഹായിക്കുന്നത് പ്രകൃതി കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അനുഭവിക്കുന്നത് ബോധസ്വരൂപനായ പുരുഷൻ തന്നെയാണ്. ക്ഷേത്രജ്ഞനായ പുരുഷന്റെ യഥാർത്ഥ രൂപം നിത്യശുദ്ധവും ബുദ്ധവുമാണെന്നല്ലേ പ്രസിദ്ധി. പിന്നെ ഈ സുഖദുഃഖാനുഭവത്തിന് പുരുഷൻ എങ്ങനെ ഹേതുവായി ഭവിച്ചു? ഈ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകം. 22-ാമത്തെ ശ്ലോകം. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഘോസ്യ സദസദ്യോനി ജന്മസു. പുരുഷ പ്രകൃതിസ്ഥഃ, പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതി ഗുണങ്ങളായ സുഖദുഃഖങ്ങളെ ഭുങ്ക്തേഹി അനുഭവിക്കുന്നു. അസ്യ ഗുണസംഗഃ, അവൻ്റെ ഗുണസംഗമമാണ്, അതായത് ജീവന്റെ ഗുണസംഗമമാണ് സദസദ്യോനി ജന്മസു കാരണം, ഉത്കൃഷ്ടയോനികളിലും നികൃഷ്ടയോനികളിലും ജന്മമെടുക്കാൻ കാരണമായിത്തീരുന്നത്. പ്രകൃതിയിൽ പറ്റിക്കൂടുന്ന പുരുഷൻ മാത്രമാണ് പ്രകൃതിയിൽ നിന്ന് രൂപം കൊള്ളുന്ന സത്വരജസ് തമോ ഗുണരൂപങ്ങളായ സുഖദുഃഖങ്ങളെ ഭുജിക്കുന്നത്. പ്രകൃതി വികാരങ്ങളായ ദേഹങ്ങളെ അംഗീകരിച്ച് ദേവാസുര യോനികളിൽ ജനിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രകൃതിസ്ഥനായ പുരുഷന്റെ ഗുണസംഗമമാണ് ഈ സുഖദുഃഖാനുഭവത്തിന് കാരണം. പുരുഷന്, അതായത് പരമാത്മാവിന് സംസാരബന്ധമില്ല. എന്നാൽ ക്ഷേത്രത്തിൽ അഭിമാനിക്കുന്ന ക്ഷേത്രജ്ഞൻ സുഖദുഃഖങ്ങളിൽ ഭ്രമിച്ച് സംസാരിയായിത്തീരുന്നു. ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ, ആ ശരീരത്തിൽ അഭിമാനിക്കുന്ന ക്ഷേത്രജ്ഞൻ ആരാണ്? ജീവാത്മാവാണ്. അപ്പോൾ ജീവാത്മാവ് സുഖദുഃഖങ്ങളിൽ ഭ്രമിച്ച് സംസാരിയായി തീരുകയാണ് ചെയ്യുന്നത്. പ്രകൃതികാര്യമായ ശരീരവുമായുള്ള തന്മയീഭാവമാണ് പുരുഷനെ സംസാരത്തിൽ ബന്ധിക്കുന്നത്. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുന്നു. ശരീര മനോബുദ്ധികളിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം
അവയുടെ ധർമ്മങ്ങളായ സുഖദുഃഖങ്ങൾക്ക് അതീതനാണെങ്കിലും അവയ്ക്ക് വിധേയനായി തീരുന്നത് പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നത് കൊണ്ടാണ്. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവന് ജീവിതാനുഭവങ്ങളിൽ എന്തെന്നില്ലാത്ത ആസക്തി വളരുന്നു. ആ ആസക്തിയാണ് ഉത്കൃഷ്ട യോനികളിലും നികൃഷ്ട യോനികളിലും ജന്മമെടുക്കാൻ കാരണമായി തീരുന്നത്. അതാണ് സദസത് യോനി ജന്മസു കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്തായിട്ടും അസത്തായും ഇരിക്കുന്ന യോനികളിൽ ജന്മമെടുക്കാൻ കാരണമായി തീരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിലെ മോഹജനകങ്ങളായ വിഷയങ്ങളിൽ ഭ്രമിക്കുന്ന ജീവന് വിഷയഭുക്തിയുടെ ഫലമായി ഭോഗവാസനകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവ അനുഭവിച്ചു തീർക്കാൻ പറ്റിയ മണ്ഡലത്തിൽ ജീവൻ വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു. സ്വയം പൂർണ്ണനും ആനന്ദസ്വരൂപിയുമായ പരമാത്മാവ് ലീലയ്ക്കായി ആ ലീല കാട്ടാനായിട്ട് ഒരു ക്ഷേത്രം സങ്കല്പിക്കുകയും അതിൽ അനുപ്രവേശിച്ച് ക്ഷേത്രജ്ഞനായി ചമയുകയും ചെയ്യുന്നു. ക്ഷേത്രജ്ഞൻ എന്ന നിലയിൽ ക്ഷേത്രത്തിൽ അഭിമാനിച്ചും, അതായത് ശരീരത്തിൽ അഭിമാനിച്ചും വിഷയങ്ങളിൽ ഭ്രമിച്ചും കഴിയുന്നതിനാൽ പരമാത്മാവാണ് താനെന്ന സത്യം മറന്നുപോകുന്നു. ഈ സ്വസ്വരൂപ വിസ്മൃതിയും വിഷയാഭിനിവേശവുമാണ് പരമാത്മാവിനെ സംസാരിയായ ജീവാത്മാവിൻ്റെ നിലയിലേക്ക് വീഴ്ത്തിയത്. ഇനി സ്വസ്വരൂപമായ പരമാത്മഭാവത്തിൽ തിരിച്ചെത്തണം. അതിനുള്ള ഉപായങ്ങളാണ് തത്വബോധവും വിഷയവിരക്തിയും.